എടാ ഈ എബ്രഹാം ലിങ്കൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഈ കാണുന്ന മൊബൈൽ ഫോണുകളാടാ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത്. അറിയോ നിനക്ക്? ഞണ്ണല് നിർത്തി ജർമ്മൻ ടൂറോ കൊണ്ട് സിനിമ നിർമ്മിക്കാൻ പോയിട്ടിപ്പോ ഞണ്ണാങ്കതിയില്ലാതെ എന്റെ ചെരുപ്പ് വെക്കാൻ വന്നിരിക്കുന്നു തെണ്ടികള്. നീയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോണ പടത്തിന്റെ പേരെന്താ? താരം. എന്താ? ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് താരം. എന്നാ ഇപ്പൊ കേട്ടോ, പ്രൊഡക്ഷൻ കൺട്രോളറാണ് താരം. നീയല്ല മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെ വരെ ഈ വൈറ്റ് ആൻഡ് വൈറ്റും മൊബൈൽ ഫോണുകളും കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഞാൻ. ഡാഡി ഫോൺ. മോളെ അത് എടുക്കാനുള്ള ഫോണല്ല, നമ്പർ കൊടുക്കാനുള്ള ഫോണാ. സാറിനെ പോലെ തന്നെ സുന്ദരിയായ വെള്ളക്കുട്ടി. മോളുടെ പേരെന്താ? മോക്ക് പേരില്ല. മുട്ട കഴിക്കുന്ന തിരക്കിനിടയിൽ ഇടാൻ മറന്നതാ. നീ മിണ്ടിപ്പോരുത്. ആരെയാണ് അവിടെ ചില്ലിട്ട് വെച്ചിരിക്കുന്നത്? എന്റെ കൂടെ വന്നവരാ, ജനലിന്റെ അപ്പുറത്താ. ഓ, നിന്റെ കയ്യിലിരിപ്പ് ഇതാണെങ്കിൽ അവരെ ശരിക്കും ചില്ലിട്ട് വെക്കേണ്ടി വരും. സാറേ. ഹായ് നിമ്മി. നീ മിണ്ടിപ്പോരുത്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സാറ് ഞങ്ങളുടെ ദൈവ. ഈ കുട്ടേട്ടന് ഇടയ്ക്ക് എങ്ങനെയാ ആരാ എന്താന്ന് നോക്കാതെ എന്തെങ്കിലുമൊക്കെ പറയും. അത് ദേഷ്യം കൊണ്ടല്ല, ഈ അപസ്മാരം പോലത്തെ രോഗാന്നാ ഡോക്ടർമാര് പറയണത്. ഡോക്ടർമാർക്ക് അപസ്മാരമായിട്ട് തോന്നും, എനിക്കിത് അഹങ്കാരമായിട്ടാ തോന്നണത്. ഈ അഹങ്കാരവും ഗൂർക്കമ്പലിയും ദൂരെ നിന്ന് നോക്കിയാൽ മനസ്സിലാവത്തില്ല, അടുത്തിടെ പഴകുമ്പോഴേ മനസ്സിലാവൂ. പാൽക്കഞ്ഞി കൽക്കണ്ട വിട്ടോടി. അത് പ്രത്യേകിച്ച് പറയണോ ഇച്ചായ? ചേച്ചി പ്ലീസ് ചേച്ചി, ഞങ്ങളുടെ കാര്യം ഒന്ന് സാറിനോട് പറയോ, ജീവിക്കാൻ വേറെ ഗതിയില്ലാത്തോണ്ടാ. അതെ ചേച്ചി, ചേച്ചിയും പണ്ട് ഇവളെ പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതല്ലേ, അപ്പോഴല്ലേ എംബോക്ക് കയറി. അല്ല സോറി, സാറ് കയറി. മതി മതി, ഞങ്ങൾ പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അത് ഇനി നീ ഇവിടെ വിളമ്പി സൂചിപ്പിക്കണ്ട. നീ പോയ താടകട കാല് വീടി. ചേച്ചി പ്ലീസ് ചേച്ചി, ഞങ്ങൾ കയ്യോടെ. എന്താ കുട്ടി കാണിക്കുന്നത്? പ്ലീസ് ഇച്ചയ, ഈ പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുത്തേക്ക്. ഇനി അവരങ്ങനൊന്നും ചെയ്യില്ല. ഇവറ്റകൾക്ക് മാപ്പ് കൊടുക്കണോ സോപ്പ് കൊടുക്കണോ ഞാൻ തീരുമാനിക്കും. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എബ്രഹാം ലിങ്കൻ തീരുമാനിക്കും. മനസ്സിലായോടി? മനുഷ്യ, കൺട്രോളിംഗും കൊണ്ട് എന്റെ അടുത്ത് കുറച്ച് ചാടിയാലുണ്ടല്ലോ. ഈ ആരോഗ്യം വെച്ച് നിങ്ങളുടെ കൺട്രോളിംഗ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലുള്ള കൺട്രോളിംഗ് ഒക്കെ അങ്ങ് ലൊക്കേഷനിൽ മതി. ഇവിടെ കൺട്രോൾ ചെയ്യണതേ ഞാനാ. ഞാനാ പറയുന്നത്. നാളെ തന്നെ ഇവരെല്ലാരും തിരിച്ചെടുത്തേര്. അത് ഞാൻ നിന്റെ അടുത്ത് അങ്ങോട്ട് പറയാൻ വരെയായിരുന്നു. മതി ചെലച്ചത്. നിങ്ങൾ എല്ലാവരും നേരെ ലൊക്കേഷനിലേക്ക് ചെല്ല്. ജോലിയും കൂലിയും ഒക്കെ അവിടെ കാണും. താങ്ക് യു ചേച്ചി. ചേച്ചിയാണ് മലയാള സിനിമയുടെ ഐശ്വര്യത്തിന്റെ ചേച്ചി. എവിടെ ചേച്ചി ലൊക്കേഷൻ? ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും മനുഷ്യ. പൊട്ടിത്തെറി. പൊട്ടിത്തെറിയാ? കരിപുരണ്ട ജീവിതങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ വിവരറിയിക്കാം. അല്ല സാറേ, ഇനിയിപ്പോ ഈ കാശിന്റെ കാര്യത്തിൽ അല്ലറ ചില്ലറ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വേണമെങ്കിൽ ആവാട്ടോ. ഈ കാര്യത്തിൽ എന്റെ മനസ്സലി, ഞാനൊരു മനുഷ്യനല്ലേ? അല്ലടാ അല്ലടാ ആണ്. എന്റെ കാര്യം എന്തിനാ ഞാൻ വേറെ ആളോട് ചോദിക്കണേ? അല്ലടാ. ശരി, ഞാൻ നിങ്ങളെ വിളിച്ചോളാം. അല്ല സാറേ, ഏതെങ്കിലും പേപ്പറിൽ എപ്പോ ഒപ്പിടണമെന്ന് വെച്ചാൽ അപ്പം ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ഈ ഫോൺ ഇന്ന് മുതൽ ഫുൾ ടൈം ഓൺ ആക്കി വെക്കും. എവിടെ എന്റെ പുന്നാരനിയൻ? എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൻ ജർമ്മനിയിൽ നിന്ന് വന്ന പച്ചക്കുതിരയാണെന്ന്. നീ അങ്ങനെ പലതും പറഞ്ഞാണ്, എനിക്കതൊക്കെ ഓർത്തിരിക്കാൻ പറ്റൂ. എന്റെ ഇങ്ങോട്ട് വാ കുട്ടി. നീ അകത്ത് ചെന്ന് നമ്മുടെ പച്ചക്കുതിരക്ക് വല്ല വെറ്റൂല പുല വല്ല മുതിര പഴംപുരി എന്തെങ്കിലും പുഴുങ്ങിണ്ടാക്കി കൊടുക്കുമോളെ. ആകാശോ, കേട്ടോടാ ഐശ്വര്യത്തിന്റെ സംഗീതം. ഈ ശുദ്ധ സംഗീതം ശ്രമിച്ച് ഈ ജർമ്മൻ സംഗീത സാഗരത്തിൽ തീർത്ത് നമുക്ക് അല്പസമയം വിശ്രമിക്കാം. ഹലോ, അല്ലേ? അതെ. എബ്രഹാം ലിങ്കൻ ഒന്ന് കിട്ടുമോ? നിങ്ങളാരാ? ഞാൻ ക്ലിന്റനാ. ക്ലിന്റനോ? അതെ. നിങ്ങളെന്താ ആളെ കളിയാക്കണോ? ഒരാൾ എബ്രഹാം ലിങ്കൺ, ഒരാൾ ക്ലിന്റൺ. ഇതെന്താ അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ സിനിമ പിടിക്കാൻ ഇറങ്ങിയിരിക്കാ? ഓ, നശിപ്പിച്ചല്ലോ. അതാ പ്രൊഡക്ഷൻ കൺട്രോളർ ക്ലിന്റൺ പെരേരയാ. എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ഷൂട്ടിൽ നിന്നപ്പോ നിങ്ങളുടെ കാശിന് വേണ്ടി ഞങ്ങളുടെ ഫിലിം പെട്ടി യൂണിറ്റ് അംഗങ്ങളെയൊക്കെ പിടിച്ചു വെച്ചില്ലേ? അതിനൊരു നീക്കുപോക്കുണ്ടാക്കാൻ ഞാൻ അയാളോട് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞതാ. 2-3 ദിവസമായല്ലോ താൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പടച്ചോമാരെയും വിളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഈ നേരം വരെ ഒരു പടച്ചോന് എന്റെ ലോഡ്ജിന്റെ പൈസ കൊണ്ടും തന്നില്ലല്ലോ. എടോ കൺട്രോളറെ, തന്റെ ആൾക്കാർ ഇവിടെ കിടന്നുറങ്ങിയതിന്റെ കാശ് കിട്ടാതെ തന്നെയും വിടൂല, തന്റെ പെട്ടിയും ഞാൻ വിടൂല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഏത് നേരത്താണാവോ സ്വന്തം ഫോൺ ബില്ല് അടയ്ക്കാൻ പോലും ഗതിയില്ലാത്ത ആ പ്രൊഡ്യൂസറുടെ പടം തന്നെ എടുത്ത് തലയിലേറ്റി വെക്കാൻ എനിക്ക് തോന്നിയത്. ഇപ്പൊ വരാവേ. എല്ലാം കൂടെ പണ്ടാരം അടങ്ങാനായിട്ട് പിന്നെ അവനെ കെട്ടിയെടുത്തോ?
എന്താണോ അരയിൽ ബെൽറ്റ് ബോംബും കെട്ടിവെച്ചാണോ വരവ്? എന്നാൽ എന്നെ കൊന്നേക്ക്. ഞാൻ ആരും കൊല്ലാൻ വന്നൊന്നല്ല. പിന്നെ തിന്നാനാണോ? തനിക്കറിയോ തന്റെ അരബുദ്ധി അനിയൻ കാരണം 3 ദിവസമായി തീറ്റയും കൂടി മുട്ടിയിട്ട്. എന്റെ മാത്രമല്ല 10-30 ഉണ്ട് ഓരോ മുറിയിലായിട്ട്. ആ അനിയൻകാരനുണ്ടായ നഷ്ടം ആ അനിയൻ തന്നെ അങ്ങോട്ട് പരിഹരിച്ച പ്രശ്നം തീരുമല്ലോ. ആ പ്രൊഡ്യൂസർക്ക് വന്ന നഷ്ടത്തിന്റെ വകയിലേക്ക് 2 ലക്ഷം. കള്ളനോട്ടൊന്നും അല്ല സാറേ, നല്ല ജർമ്മൻ യൂറോ മാർക്കറ്റ് കാശാ. മാതാവേ, ഇതിലെന്തോ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. സത്യം പറഞ്ഞ യാത് ബാങ്കാ കൊള്ളയടിച്ചത്? അപ്പം തിന്നാ പോരെ, തന്റെ പേട്ട് തല കുഴിയിലിട്ട് നോക്കണോ? തന്റെ കോപ്പം പ്രൊഡ്യൂസറോട് പറഞ്ഞേക്ക് ഈ ആനന്ദക്കുട്ടം വിചാരിച്ചാൽ ഇതുപോലത്തെ ഒരുപാട് 100ന്റെ കെട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പിന്നെ ഇതും കൊണ്ട് വല്ല 5 സ്റ്റാർ ഹോട്ടലിലെ സൂട്ട് റൂമിൽ പോയി വെള്ളമടിച്ച് കളയാതെ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ. 2 ലക്ഷം. 2 lakhs. ഇനി ആലോചിച്ചിട്ടെന്താ? പറഞ്ഞ കാശ് കൊടുക്കാൻ അവർ തയ്യാറായ 100% എനിക്ക് ഉറപ്പാ കുട്ടേട്ടൻ ആ സാധുവിനെ പറഞ്ഞു വിടൂന്ന്. അങ്ങനെ കലാകാരനച്ഛൻ അന്ന് പറഞ്ഞ വാക്ക് പൊന്നായി. കാര്യങ്ങൾ നമ്മൾ കരുതിയതിനേക്കാളും പെട്ടെന്നായി. 10 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം രൂപ ട്രാവൽ ഏജൻസിന്ന് കൈപ്പറ്റി. ബാക്കിയുള്ള 5 ലക്ഷം അവനെ കൊണ്ടുപോകുമ്പോ നേരിട്ട് തരാന്ന് എഗ്രിമെന്റ് എഴുതി. ആ പ്രൊഡ്യൂസർക്കുള്ള നഷ്ടപരിഹാരം എബ്രഹാം ലിങ്കന്റെ മോത്ത് വലിച്ചെറിഞ്ഞു കൊടുത്ത് വരുന്ന വഴി നമ്മുടെ ടീമിൽപ്പെട്ട എല്ലാ ചലച്ചിത്ര താരങ്ങൾക്കും 5000 രൂപ വെച്ച് വീതിച്ചും കൊടുത്തു. അവര് സന്തോഷിക്കട്ടെ. പിന്നെ നമ്മുടെ പ്രശസ്ത സീരിയൽ നടി സരസുവിന്റെ കയർബീരിമാല ബാങ്കിൽ നിന്ന് ഇതെടുത്ത് ഇവിടെ ഒന്ന് കയറിയപ്പോ എന്റെ കൊരാളെ കുട്ടിയെ എന്താന്നറിയില്ല, ഈ പ്രകൃതിക്കൊക്കെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേക സൗന്ദര്യം എനിക്ക് ഫീൽ ചെയ്യാം. ഈ കാർമേഘം വിട്ടോഞ്ഞ നീലാകാശം എന്ന് നമ്മൾ സാഹിത്യകാരന്മാർ പറയില്ല. അതാ ഇവൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആദ്യം ഇതങ്ങോട്ട് പിടിക്കും. പിന്നെ ഇത് ലേറ്റസ്റ്റ് മോഡലിലെ കമ്മലുകളാ. ഈ ഇടപാടിൽ സരസ്വനെ വെട്ടിച്ച് മുങ്ങിയും പൊങ്ങിയൊക്കെ നീ ഒരുപാട് റിസ്ക് എടുത്തല്ലേ, അതിന് എന്റെ വക ഫ്രീ. ആ പാവത്തിന് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടുള്ള ഒരു ഫ്രീ എനിക്ക് വേണ്ട. ദേ കിടക്കുന്ന സെന്റിമെന്റ്സ് വേണ്ടെങ്കി വേണ്ട. 2 ദിവസം കഴിഞ്ഞ നീ തന്നെ എന്നോട് ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ? അച്ഛാ ഇത് 20,000 രൂപയുണ്ട്. ഞാനെന്ന് പറഞ്ഞില്ലേ ഇത് അച്ഛന്റെ ഓപ്പറേഷനുള്ള കാശാ. നിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഞാൻ ശരിയെ പറഞ്ഞു. പക്ഷെ എത്രയായാലും അവൻ നിന്റെ കൂടെ പുറപ്പെടടാ. അതും അങ്ങനെ ഒരു കുട്ടി ആയതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഈ കൂടപ്പറപ്പും കൂട്ടക്കാരും ഒക്കെ പരസ്പരം അടുത്തറിയുമുണ്ടാവുന്ന ബന്ധങ്ങളാ. അവന്റെ ഒരു ബുദ്ധി വെച്ച് സകല കഷ്ടപ്പാടും പേറി മരണം വരെ കൂടെ കൊണ്ടുവന്നാലും അവന് ഞാനൊരു അന്യനാ. അതല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, എന്നാലും കൊല്ലാനൊന്നല്ല കൊണ്ടുപോകുന്നത്, ഏതോ കൊമ്പത്തുള്ള വീട്ടുകാർക്ക് വളർത്താനല്ലേ. അല്ലാതെ ഇതിനിടയിൽ സ്നേഹത്തിന്റെ പുതിയ നിർവചനം കണ്ടെത്തി അവനെവിടെ പിടിച്ചു നിർത്താൻ. അങ്ങനെ ഒരു സ്നേഹം എന്താന്ന് എനിക്ക് അറിയേയില്ല. ഇന്നേ വരെ എനിക്ക് ആരോട്ട് തന്നിട്ടുമില്ല. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. ന്യായീകരിക്കന്നെയാ. ഞാൻ ജനിച്ച അംബാനി കുടുംബത്തിലായിരുന്നെങ്കിൽ അവന് പൊട്ടിച്ച് കളിക്കാൻ ആഴ്ചയിലെ പച്ചക്കറി മാർക്കറ്റിനെ സെറ്റ് കൊടുത്തേനെ. അതല്ലാത്തോണ്ട് ന്യായീകരിക്കന്നെയാ. പിന്നെ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോട്ടോ. പ്ലീസ് ആ പാക്കറ്റ് ഇത് രാജിക്കുള്ള ചുരിദാറാ. കാശ് ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, അതല്ല ഈ ആവശ്യക്കാർക്ക് വീതിച്ചു കൊടുക്കാം. പഴയ കടക്കാരെ കൊന്ന് പിരിച്ചുവിടാൻ എന്റെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ ടീമിന് ഒരു അടിപൊളി പാർട്ടി. ഗേൾസ് ഇല്ലട്ടാ, ഓൺലി ബോയ്സ്. അങ്ങനെ കുടിച്ചു കുടിച്ച അർമാദിക്കണവനെ. ഇന്ന് നിന്റെ ഡേയാ. രാത്രി ഇന്ന് നിന്റെ രാത്രിയാ. ഈ പാവപ്പെട്ട ഇന്ത്യക്കാരൻ ചേട്ടന്റെ ഐശ്വര്യത്തിന്റെ പച്ചക്കുതിരിയെ ഞങ്ങളെ കൂടി സന്തോഷത്തോടെ പറഞ്ഞയച്ചില്ലേ. നന്ദികളല്ലടാ മോനെ. കുടിക്ക് മോൻ, കുടിക്ക്. പിസ്സ ബർഗർ ആരെങ്കിലൊക്കെ പിടിച്ച് കഴിക്കുക. ഈ ജന്മം മുഴുവൻ ഈ നന്ദി ഏട്ടന് മോനോട് ഉണ്ടാവും. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഗാധ ഗർത്ത തലങ്ങളിൽ നിനക്കായ ഒരു കുഷിനിട്ട് കസേര ഒഴിച്ചിട്ടുണ്ടാവും. ആരും മറന്നാലും ചന്ദ്രേട്ടന് നിന്നെ മറക്കാൻ പറ്റുമോ? എന്റെ തലയുള്ളത്തിലെ കാലം നിന്നെ മറക്കാൻ പറ്റുമോ? അതെ, ഈ പോക്കൊരു പോക്കാണെന്ന് മാത്രം വിചാരിക്കണ്ട. വല്ലപ്പോഴും ഇങ്ങനെ വന്നിട്ട് പോണം. എന്നാലും ഞങ്ങളെ പോലുള്ളവർക്ക് ഈ കെയർ ഓഫിൽ ഇതേപോലുള്ള VIP കള്ള് ഷാപ്പിലൊന്നും 2 വീഴിക്കാൻ പറ്റൂല. ചങ്കിക്കോളിന് വർത്താൻ പറയലടോ. ഇടക്കിടക്ക് വരാനല്ല അവൻ പോണത്, ഒരിക്കലും വരാതിരിക്കാനാ. അല്ലേടാ മോനെ? മോൻ അവിടെ സുഖമായിട്ട് കഴിയുമെന്ന് കേൾക്കുമ്പോഴല്ലേ ചേട്ടന് ഇവിടെ മനസ്സമാധാനത്തോടെ നിർമ്മാദിക്കാൻ പറ്റൂ. ഇനി മോന് ചേട്ടനെ കാണണമെന്ന് തോന്നിയ ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോ ഇഷ്ടം പോലെ യൂറിങ്ങടെ അയച്ചതെങ്കിൽ അല്ലേടാ? മ്യൂസിക് ആടാൻ വിടാം. അവൻ പോയി സന്തോഷിക്കട്ടെ. ഇനി ആർക്കാ സന്തോഷിക്കണ്ടേ? ഡാൻസ് ഓ അതിനെതിരെ അവിടെ പോയി ഡാൻസ് ചെയ്യണം. ഇവിടെ വെറുതെ എണീറ്റുന്നാ പോലെ. Come on, come on. എന്താണോ ഈ കാണിച്ചത്?
നമുക്ക് അവിടെ സൈഡിൽ എവിടെ എക്സ്ക്യൂസ് മീ, ഒരു ഗസ്റ്റ് ഉണ്ട്, കഥക് നർത്തകൻ. ഇപ്പൊ ഈ കഥകിന് കുറ്റിയും കൊളത്തൊന്നുമില്ല. എൻജോയ് എൻജോയ്. Come on, that's it. All right, that's enough. Bye. Bye then. See you. Bye. Bye. അവനെവിടെ പോയി? ആകാശ്, ആകാശ്. ഏതായി ഭീകരൻ? മാമനാ? ആരുടെ മാമൻ? ഞാൻ മാമനല്ല, രാമൻ. ഈ അടുത്ത ഇവിടുത്തെ പൂജാരിയാ. കോമയും കുത്തുമൊക്കെ അങ്ങോട്ട് മാറി നിൽക്കാ. രക്ഷപ്പെട്ടു. എന്തോന്നാണെന്ന് ബസ് കാണാത്ത മാതിരി കുതിരവാലം വെച്ച് വന്നേക്കാം. ഈ മരുമാനോടെ കേറ്റിക്കൊണ്ട് പോ. എവിടെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഹൗസ്ഫുൾ ആണല്ലോ. ഇരിക്കാൻ ചോദിച്ചാൽ കടത്തുക പതിവ്. എന്തോടോ സോറി, കണ്ടില്ല. കാണാഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ കണ്ടാലോ? മനുഷ്യന്റെ മുഖത്താണോ തുപ്പുന്നത്? ഞാനത് കോളാമ്പി. സോറി, കണ്ടില്ല. എന്ത് കണ്ടില്ല? എന്തോ വന്ന് ഇടിച്ചതാ. അയ്യോ എന്റെ ദൈവമേ, ഇത് എപ്പോഴാ കേറിയത്? ഹോമോ ഒക്കെ അങ്ങ് അമ്പലത്തില്. വിടുക. എന്താ ഇത്? പണ്ടാരെങ്കിലും പുറകിലെങ്ങാൻ പോയിരുന്നേ. അയ്യോ സീറ്റ് കിട്ടി. എന്തോടാ ഈ കാണിക്കുന്നത്? അല്ല, എവിടെങ്കിലും ഇരിക്കാനല്ലേ പറഞ്ഞത്? സ്ത്രീകളുടെ മടിയിലാണ് ഇരിക്കുന്നത്. ഈ പിശാചിന്റെ തള്ളിനിടയിൽ ഇരിക്കുന്ന സ്ത്രീയാണോ പുരുഷനാണോ നോക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടോ മാമേ. ശിവനെ, ഈ ശവി എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണത്? താനെന്താ മണിയെ പിടിച്ച് കളിക്കണേ? ഞാനല്ല, ഈ ചെക്കൻ എന്റെ പൂണുലിമെ പിടിച്ച് വലിക്കണം. വല്ലേന്ന് കൈ എടുക്കാനാ പറഞ്ഞു. ഞാൻ തുപ്പില്ലല്ലോ. അയ്യോ എന്തായി കാണിക്കണത്? തല്ലരുത്, ഞാനൊരു പൂജാരിയാണ്. പൂജയൊക്കെ തന്നെ അമ്പലത്തില്, ബസ്സിന്റെ അകത്ത് വേണ്ട. ദേഹത്ത് തൊടല്ലേ, എനിക്ക് ഇക്കിളിയാവും. ഇക്കിളി ഞങ്ങൾ മാറ്റി തരാം. ഒന്ന് നിർത്തണേ. പറ്റില്ല, ഇവിടെ സ്റ്റോപ്പില്ല. നിർത്തണ്ട, ഒന്ന് ചവിട്ടിയാ മതി. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകണം. എന്റെ ദൈവമേ, ഇതെല്ലാം കൊണ്ടേ പോകും. ഞാനിതാ പോണേ. ഇറങ്ങി വാ. അങ്ങോട്ട് ഇറങ്ങി വാ മോനെ. മാമൻ അവിടെ ചാടിയിട്ടുണ്ട് മോനെ. അങ്ങോട്ട് വേഗം ചെന്നോട്ടോ. ചെല്ല് ചെല്ല് ചെല്ല്. അവറായി